നിതീഷെ ഇന്നെന്താടാ പരിപാടി എന്ന് തുടങ്ങുന്ന റീലുകളുണ്ട്. അത് അവസാനിപ്പിക്കുമ്പോൾ മുഖത്തൊരു ചിരി ഉണ്ടാവും. നിതീഷാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ റീലുകളൊക്കെ കണ്ട് അവസാനിപ്പിക്കുമ്പോഴേ നമുക്കൊരു സമാധാനം കിട്ടും. നമ്മളുടെ ഒരാള് പെർഫോം ചെയ്തിട്ട് ആളുകളുടെ അപ്രീസിയേഷൻ മേടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് നിതീഷിന്റെ വീഡിയോസ്. ആളുകൾ പറയാറുണ്ടോ അത്? അതുണ്ടാവും. അതിപ്പോ പല ആൾക്കാര് പാട്ട് പാടി നമ്മൾ ഇറങ്ങി കഴിയുമ്പോ വന്ന് നമ്മളോട് ഇങ്ങനെ ഒന്ന് പറയും, അത് കൊള്ളാം, അടിപൊളിയുണ്ട്. പിന്നെ അവർക്കൊരു പാട്ട് കേൾക്കുമ്പോ ഒരു സന്തോഷാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പേരില് പലരും ഇങ്ങനെ വന്ന് പറയും നമ്മളോട്. നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ ഈ സഞ്ചാരത്തിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ അവിടെ ഇങ്ങനെ ആളുകൾ പോയിട്ട് സ്ട്രീറ്റ്സിലൊക്കെ പെർഫോം ചെയ്യുക, റാൻഡ് ആയിട്ട് വന്നിട്ട് പെർഫോം ചെയ്തിട്ട് സർപ്രൈസ് ചെയ്യുക, അങ്ങനെ പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ, കുറെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസിലൊക്കെ അവർ സെറ്റ് ചെയ്ത ക്രൗഡായിരിക്കും. പക്ഷെ നിതീഷിന്റെ ഒക്കെ ഒറിജിനൽ ലൈവ് ക്രൗഡാ അത്. ഈ ഐഡിയ എപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ കൊച്ചിയിലെത്തിട്ട് ഇപ്പൊ ഒരു 1 year ആവാറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും റൂമൊക്കെ എടുത്ത്, അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറയായിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ ഇട്, ഇപ്പം എന്തായാലും പാട്ട് പാടണതല്ലേ, ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ കേട്ടിടുന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞങ്ങളെല്ലാവരും റൂമിലുള്ള എല്ലാവരും കൂടെ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പാട്ട്, അങ്ങനെയായിരുന്നു ആദ്യം കണ്ടന്റ് പോയിരുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുക, ഏത് നേരം ഇതല്ലേ. അപ്പം എനിക്കാണെങ്കിൽ അത് ബോറടി എന്നല്ല, ഒന്ന് വ്യത്യസ്തമാക്കാം, കാരണം കണ്ടന്റ് വരുമ്പോൾ കുറച്ചുകൂടി റീച്ച് ആവുന്ന എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ടൻസ് ഒക്കെ എടുത്തു തുടങ്ങി. ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ക്യൂൻസയിൽ ഒരു വട്ടം ഇങ്ങനെ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാ. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ എന്തായാലും അവിടെ പോയി പാടി അത്യാവശ്യം ക്രൗഡ് വരാറുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അത് വീഡിയോ ആക്കിയിട്ട് നമുക്ക് പുറത്തങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഈ നിതീഷ ഇന്നെന്താ പരിപാടി, അത് PPD എന്നാണല്ലോ അത് എഴുതി വരുന്നത്. ആ ക്വസ്റ്റ്യൻ ഹുക്ക് എവിടെന്നാ വരുന്നത്? എന്റെ അനിയനാണ്, അവനാണ് ഫസ്റ്റത്തെ വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തത്. കാരണം എനിക്കിപ്പോ വർക്ക് കാര്യങ്ങളുള്ളതുകൊണ്ട് ചെയ്തിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ ടീമിലാണെങ്കിൽ അതിനെ എഡിറ്റേഴ്സ് ആരില്ല, പിന്നെ ഞാനാണ് എഡിറ്റ് ചെയ്യാ. അപ്പൊ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാ ഒരു വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോകാനാണ്, അപ്പൊ നീ അത് എങ്ങനെയും ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് തായോന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത. പിന്നെ ബാക്കി കാര്യങ്ങൾ അവരാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ. പിന്നെ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വിളിച്ചങ്ങോട്ട് പോയി. ഈ നിതീഷ് എന്താ പരിപാടി എന്നുള്ള യെല്ലോ ടെക്സ്റ്റും അതൊക്കെ അനിയന്റെ ഐഡിയ ആണ്. ഈ നിതീഷിനോട് ZRB എന്നും കൂടി ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. എന്താ ശരിക്കും ZRB? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കുറച്ചിങ്ങനെ വൈറലായി നിൽക്കുന്ന ടൈമൊക്കെ ആയിരുന്നേ. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പോ സാധാ ഇപ്പൊ RBZ അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കില്ല. അതേപോലെ വെറുതെ എന്തെങ്കിലും ഒരു പേര് കിട്ടണമെന്ന് വെച്ചാൽ, കാരണം നിതീഷിന്റെ കൂടെ വേറെ പേരുകൾ വരുമ്പോ ഒരു ചർച്ചയില്ല. അതിന്റെ കൂടെ ZRB ആഡ് ചെയ്തിട്ടു. പിന്നെ അതന്നെ ഐഡന്റിറ്റി പോലെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നത് ആദ്യമായിട്ട് സത്യനന്ദിക്കാട് സാറിന്റെ കൂടെ പെർഫോം ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഫിലിം സെറ്റ് ആയിരിക്കും അതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് ആൾക്ക് വേണ്ടി ഒരാളിനെ പെർഫോം ചെയ്യാണ് എന്നുള്ള സംഭവം മനസ്സിലാക്കിയത്. ഞാൻ ഇതുവരെ കനവിൽ കണ്ടൊരുവിന്റെ അങ്ങനെ ഒരു വേർഷനും കേട്ടിട്ടില്ല. അത് വളരെ രസമായിട്ട് അതിന്റെ പുതിയൊരു വേർഷനാണ് നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയാ മീറ്റിംഗ് സാധ്യത? അത് നാട്ടില് ഒരു കഫേ ഉണ്ട് അവിടെ, കാരണം കച്ചേരി വളപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. അപ്പൊ അവിടുത്തെ ചേട്ടൻ നമ്മുടെ ദോസ്ത. അപ്പൊ ആളിങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരാള് ഗസ്റ്റ് ആരാന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ നീ ഒന്ന് വായോ പാടിയിട്ട് പോവെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എത്തിയപ്പോ സാറ് അവിടെ. അപ്പൊ ആദ്യം ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന് അതിന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ക്യാമറ ഒക്കെ ഞാനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആളെടുത്തൊരു പാട്ട് പാടി ചാൻസ് കിട്ടാണെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരാദ്യം പറഞ്ഞു സാറ് ചിലപ്പോ ദേശത്തിലായിരിക്കും. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് സാറിന്റെ അടുത്ത് പോയി ചോദിച്ചു. ഞാൻ സാറിന്റെ അടുത്ത് സാർ ഞാനിങ്ങനെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, സാറിന്റെ വീട്ടിൽ ഒന്ന് എടുത്തിട്ടുണ്ടായി. അപ്പൊ സാറ് പറഞ്ഞു സാറിന്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോ. സാറ് പറഞ്ഞു ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു സോങ് പാടട്ടെ എന്ന് ചോദിച്ചപ്പോ സാർ പറഞ്ഞു എന്നാ പാടിക്കോ. അത് വീഡിയോഗ്രാഫർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഡിറ്ററായിട്ടും ഗ്രാഫിക് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാറ് നന്നായി പറഞ്ഞു. കാരണം ഒന്നാമത് നമുക്ക് അവിടെ ഇരുന്നപ്പോ ഇല്ലാത്ത എവിടുന്നോ ഒരു കോൺഫിഡന്റ് പോലെ നമുക്ക് അങ്ങനെ പാടുമ്പോ, കാരണം ഒരിക്കലും തെറ്റാൻ പാടില്ല, കാരണം ഒറ്റ ഷോട്ടാ, പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാനും പാടില്ലല്ലോ. അപ്പൊ രണ്ട് കൽപ്പിച്ച് ഒരു ബ്രീത്ത് അങ്ങ് എടുത്ത് പാടി. അതില് സാറ് നന്നായിന്ന് പറഞ്ഞേ. കൂടെ ഉണ്ടായ ആൾക്കാരാണെങ്കിലും നന്നായിന്ന് പറഞ്ഞു. സാറ് ഭാവി ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്ക് ഓരോരുത്തരുടെ ഫേസിലേക്ക് കാണുമ്പോ നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ.
അങ്ങനെ കണ്ടപ്പോ പിന്നെ ഓക്കെയാന്ന് തോന്നി, പിന്നെ അങ്ങോട്ട് പാടി. ഒന്ന് പാടാവോ? ആ പാടാം. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിളത്തെ സിന്ദൂരത്തെ രാഗപരാഗങ്ങൾ. നിന്നെ നീ ആരബിന്ദുവിൽ ഞാൻ സൂര്യനായി വിളിച്ചിരുന്നേ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാ ഇവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ. സത്യനന്ദിക്കാട് സാറിന്റെ മുമ്പിൽ പെർഫോം ചെയ്ത കാര്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ ഒരു കഥയാണ്. ഈ ലോഹിതദാസ് സാറിന്റെ മുമ്പിൽ ഒരാൾക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടില്ലോ എന്ന് ചോദിച്ചാൽ ഒരു തൃശ്ശൂർ ഇതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ വെച്ചിട്ട് മിമിക്രി സാധനം ഒരു ചെറിയൊരു ബിറ്റ് ആൾ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കലാഭവൻ മണി സല്ലാപത്തിലേക്ക് സെലക്ട് ആകുന്നത്. കഥ കേട്ടിട്ടുണ്ടോ അത്? ഹോപ്പ്ഫുള്ളി അങ്ങനെയുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവട്ടെ. ആളുകളുടെ റിയാക്ഷൻ എടുത്തിടാം പാട്ടിന് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആളുകൾ ജെന്യുവൻ ആയിട്ട് ഹാപ്പി ആവുന്നു, സർപ്രൈസ്ഡ് ആവുന്നു, പതുക്കെ പതുക്കെ അവരുടെ അറ്റൻഷൻ നിതീഷിലേക്ക് തിരിയുന്നു. ഇങ്ങനെ ഷോർട്സ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ആരാ ശരിക്കും? അത് ഞാൻ തന്നെ പ്ലാൻ ചെയ്യാറ്. അപ്പൊ ഇവരോട് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, ഞാൻ പാടുമ്പോ ഫസ്റ്റ് ഷോട്ട് തന്നെ അവര് എടുത്തോളട്ടെ അവരുടെ ഫേസിൽ. കാരണം പെട്ടെന്ന് നമ്മള് വോയിസ് ഭയങ്കര ലൗഡ് ആക്കുമ്പോ എന്തെങ്കിലും ഒരു നോക്കും, അത് 100% ഉറപ്പാ. പിന്നെ നമുക്ക് പാട്ട്, കാരണം പാട്ടിന് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം അവരെന്തായാലും അത് ശ്രദ്ധിക്കും, അത് ഉറപ്പാ. കാരണം ഞാൻ ഇപ്പൊ പാടുമ്പോഴാണെങ്കിലും ശരിക്കും സ്നേഹിച്ചിട്ട് തന്നെ ഞാൻ പാട്ടിന് പാടുള്ളൂ. കാരണം ഇങ്ങനെ എന്തിനു വേണ്ടി പാടില്ല, സ്നേഹിച്ചിട്ട് തന്നെ പാടുള്ളൂ. അപ്പൊ ഇവരോട് ഞാൻ പറയും, തുടക്കം തന്നെ ചെല്ലുമ്പോൾ പറയും, ഞാൻ അങ്ങനെ പാട്ട് പാടും, അപ്പൊ നീ എല്ലാം സെറ്റ് ചെയ്തോളൂ കേട്ടാ. അവരെ റിയാക്ഷൻസ് ഒരു 3-4 ക്യാമറ അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പൊ തന്നെ പാടണ വഴിക്ക് തന്നെ അവരെ ഷോട്ട് പണിയെടുക്കുക. അങ്ങനെയാണ്. പിന്നെ ഈ അധികം പാടുന്നപ്പോ ഈ പ്രണയഗാനങ്ങളാണല്ലോ, മനസ്സിൽ അങ്ങനെ ഒരാൾ ആലോചിക്കൂ? അങ്ങനെയല്ല ആലോചിക്കുന്ന പറഞ്ഞ, കാരണം പാടുമ്പോ നമുക്ക് ഇപ്പൊ ഫ്രണ്ടില് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡന്റ് കിട്ടും. കാരണം ആള് എന്തെങ്കിലും ആ പാട്ട് ആസ്വദിക്കുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കോൺഫിഡന്റാ. ഞാൻ അങ്ങനെ നോക്കാറ് കൂടുതല്. കാരണം അങ്ങനെ കിട്ടുമ്പോഴാണ്, കാരണം മ്യൂസിക്കിനെ ഇപ്പൊ ഈ പ്രണയം എന്നൊക്കെ പറയില്ല, എത്രത്തോളം ലവ് ചെയ്യാൻ പറ്റും അത്രത്തോളം ആ പാട്ടിനെ അടിപൊളിയാക്കാനാണ്. അങ്ങനെയാണ് ഞാൻ പാടാറ്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് പാടലൊന്നുമില്ല. പക്ഷെ അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അതിപ്പോ ആരായിക്കോട്ടെ, കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്.